കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 7. 1949 ഫെബ്രുവരിയിൽ ആലുവയിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അവയോടൊന്നിച്ചു ചേരേണ്ട അയൽപ്രദേശങ്ങളും സംയോജിപ്പിച്ച് ഒരു സംസ്ഥാനമാക്കേണ്ടതാണെന്ന ബഹുജനാഭിപ്രായം ആവർത്തിച്ചു. ശ്രീ കെ.പി. കേശവ മേനോനായിരുന്നു പ്രമേയ അവതാരകൻ. ശ്രീ ടി.എം. വർഗീസ്, കോഴിപ്പുറത്ത് മാധവ മേനോൻ, സി കേശവൻ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ എന്നിവർ പ്രമേയത്തെ അംഗീകരിച്ചു. 1953 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര തീരുമാനപ്രകാരം തിരുക്കൊച്ചിയിലും മലബാറിലും ഭാഷാ സംസ്ഥാന വാരാചരണവും നടന്നു. അതോടൊപ്പം വിവിധ ഭാഗങ്ങളിൽ കാൽനട പ്രചാരണ ജാഥകളും നടന്നു. ഒടുവിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. ആന്ധ്ര, പഞ്ചാബ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും മറ്റ് ഭാഷാ മേഖലകളിലും നടന്ന ചോരയിൽ മുങ്ങിയ സമരങ്ങളാണതിന് കാരണം. തെലുഗു സംസ്ഥാനത്തിനു വേണ്ടി ഉപവാസം നടത്തിയ പോറ്റി ശ്രീരാമലു 1952 ഡിസംബർ 15 രക്തസാക്ഷിയായി. അതോടെ ജനം പ്രക്ഷോഭവുമായി ഇളകിമറിഞ്ഞു. ഈ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകുന്നത്. 1953 സംസ്ഥാന പുനഃസംഘടനാ പ്രശ്നം പഠിക്കാൻ കേന്ദ്ര സർക്കാർ ജസ്റ്റിസ് ഫസൽ അലി ചെയർമാനായ കമ്മിറ്റിയെ നിയോഗിച്ചു. ഹൃദയനാഥ് കുൺസ്രു, സർദാർ കെ.എം. പണിക്കർ എന്നിവർ കമ്മീഷൻ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണത്തെ അനുകൂലിച്ചു. 2 വർഷത്തെ പഠനത്തിന് ശേഷം 1955 സെപ്റ്റംബർ 30 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഡിസംബർ 14 ലോക്സഭയിൽ വെച്ചു. റിപ്പോർട്ടിലെ ചില ശുപാർശകൾ അംഗീകരിച്ച കേന്ദ്രം 14 സംസ്ഥാനവും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപവൽക്കരിച്ചു. 1956 മാർച്ചിൽ തിരുക്കൊച്ചിയിലെ കോൺഗ്രസ് സർക്കാർ അതിനകം നിലംപൊത്തിയിരുന്നു. അതിനാൽ രാഷ്ട്രപതി ഭരണമാണ് അവിടെ നിലനിന്നത്. അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥ ലയനം കൂടുതൽ എളുപ്പമാക്കി. തിരുക്കൊച്ചി സംസ്ഥാനം ലക്ഷദ്വീപും മിനിക്കോയും ഒഴിച്ചുള്ള മലബാർ ജില്ല, ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്ക് എന്നിവ ചേർത്താണ് പുതിയ സംസ്ഥാനം രൂപവൽക്കരിച്ചത്. തിരുവിതാംകൂറിൽ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിരുന്ന അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട് താലൂക്കുകളും കൊല്ലം ജില്ലയിലെ ചെങ്കോട്ട താലൂക്കും മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. 1969 മദ്രാസ് സംസ്ഥാനം തമിഴ്നാടെന്ന പേര് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മദ്രാസ് സംസ്ഥാനത്തിലേക്ക് പോയ താലൂക്കുകൾ അവിടെ കന്യാകുമാരി ജില്ലയായി രൂപപ്പെട്ടു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന 4 താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായതിനെതിരെ 1957 ശേഷം, അതായത് പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസുകാർ മറ്റൊരു കഥ പ്രചരിപ്പിച്ചു. തങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന കന്യാകുമാരി ജില്ല വിട്ടുകൊടുത്ത് സ്വാധീനമുള്ള മൂന്നാർ അടക്കമുള്ള മേഖലകൾ സ്വന്തമാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ഗൂഢാലോചന നടത്തിയെന്നും അതുവഴി 1957 അധികാരത്തിൽ വന്നു എന്നുമാണത്. കമ്മ്യൂണിസ്റ്റുകാരെ സഹായിച്ചത് ഭരണഘടനാ പുനഃസംഘടനാ കമ്മിറ്റി അംഗം സർദാർ കെ.എം. പണിക്കരാണെന്നായിരുന്നു മറ്റൊരു വാദം. സർദാർ കെ.എം. പണിക്കരുടെ മകൾ ദേവകി പണിക്കർ വിവാഹം കഴിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം സെക്രട്ടറി എം.എൻ. ഗോവിന്ദൻ നായരെയാണ്. അതും കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രചരണമാക്കി. തിരുവിതാംകൂറിന്റെ തെക്കൻ ജില്ലകളിൽ 1930കളുടെ ഉത്തരാർദ്ധം മുതൽ നടന്ന പ്രക്ഷോഭങ്ങളെയും എൻ നേശമണിയെപ്പോലുള്ളവർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെയും മാർത്താണ്ഡം രക്തസാക്ഷിത്വങ്ങളെയും കുറിച്ച് ധാരണയില്ലാത്ത പലരും ഈ വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിച്ചു. എന്നാൽ തിരുവിതാംകൂറിലെ തമിഴ്നാട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പ്രതിഷേധങ്ങളും അക്രമാസക്ത കലാപങ്ങളും കൂട്ടമരണങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ല. കോയമ്പത്തൂർ, ഊട്ടി ജില്ലകളിലെ താലൂക്കുകൾ, കന്യാകുമാരി വരെയുള്ള തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ചേർന്ന ഒരു ദക്ഷിണ സംസ്ഥാനമായിരുന്നു പലരുടെയും മനസ്സിലുണ്ടായിരുന്നത്. ഗോകർണം മുതലുള്ള പ്രദേശങ്ങളടങ്ങിയ ഒരു സമ്പൂർണ്ണ മലയാള സംസ്ഥാനം. എന്നാൽ അതല്ല സംഭവിച്ചത്. തിരുവിതാംകൂറിന്റെ നെല്ലറയായ നാഞ്ചിനാട്
തമിഴ്നാട്ടിലേക്ക് പോയി. ഗൂഡല്ലൂരും കേരളത്തിന് ലഭിച്ചില്ല. ഗോകർണ പ്രദേശങ്ങൾ കർണാടകയിലുമായി. 5 ജില്ലകൾ മാത്രമാണ് സംസ്ഥാന രൂപവൽക്കരണ വേളയിൽ നിലവിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ ഈ 5 ജില്ലകളും തിരുകൊച്ചി സംസ്ഥാനം നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്നതാണ്. ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട് 2 മാസങ്ങൾക്ക് ശേഷം 1957 ജനുവരി 1 മലബാർ ജില്ലയെ കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളായി വിഭജിച്ചു. അതേ വർഷം ഓഗസ്റ്റ് 17 ആലപ്പുഴ ജില്ലയും 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ലയും നിലവിൽ വന്നു. 1956 നവംബർ 1 രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ വിളംബരം തിരുവനന്തപുരത്ത് രാജ്ഭവനിലെത്തി. ആ വിളംബരത്തിന്റെ ആദ്യ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് 1956 നവംബർ 1 ഇന്ന് പുതിയ കേരള സംസ്ഥാനം രൂപം കൊള്ളുകയാണ്. ഈ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണ സഭ, അതിലേക്കാവശ്യമായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതുവരെ നിലവിലുണ്ടായിരിക്കുകയില്ല. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിബന്ധനകൾ പ്രകാരം ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കാൻ കഴിയാത്ത പരിസ്ഥിതി ഉടലെടുത്തിരിക്കുന്നുവെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് എന്ന എനിക്ക് ബോധ്യമായിരിക്കുന്നു. അതിനാൽ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചും ഇതിലേക്കാവശ്യമായ മറ്റധികാരങ്ങൾ പ്രകാരവും ഞാൻ പ്രഖ്യാപിക്കുന്നതെന്തെന്നാൽ, കേരള സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നടപടികളും ആ സംസ്ഥാനത്തിലെ ഗവർണറിൽ നിക്ഷിപ്തമായ മറ്റെല്ലാ അധികാരങ്ങളും ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കേരളം രൂപീകൃതമായതോടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശയനുസരിച്ച് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മയ്ക്ക് അന്നുവരെ ഉണ്ടായിരുന്ന രാജപ്രമുഖ് എന്ന സ്ഥാനമില്ലാതായി. 1956 നവംബർ 22 ബുർഗുല രാമകൃഷ്ണ റാവു അഥവാ ശ്രീ B.R. റാവു കേരളത്തിന്റെ പ്രഥമ ഗവർണറായി ചുമതലയേറ്റു. സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടന്നു. ഐക്യ കേരള സമിതി ആവശ്യപ്പെട്ട ഗൂഡല്ലൂരും കുടകും കന്യാകുമാരിയും മാഹിയും ലക്ഷദ്വീപും കേരളത്തിൽ ഉൾപ്പെടുത്താത്തതിലായിരുന്നു പ്രതിഷേധങ്ങൾ. തങ്ങളെ കേരളത്തിന്റെ ഭാഗമാക്കിയതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കാനറയിലെ ചില പ്രദേശങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു. സംസ്ഥാന രൂപീകരണത്തെ തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പട്ടം താണുപിള്ള വഞ്ചിച്ചു എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. ഇതിനിടയിൽ തിരുവനന്തപുരം തലസ്ഥാനമാക്കുന്നതിൽ കൊച്ചിയിലും മലബാറിലും ശക്തമായ എതിർപ്പുകൾ ഉയർന്നു. പലയിടത്തും പ്രതിഷേധങ്ങളുമായി ജനം തെരുവിലിറങ്ങി. സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചരിത്രം അധികമാരും കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. കേരളപ്പിറവിയുടെ ആഘോഷങ്ങളുടെ വേലിയേറ്റത്തിൽ അത്തരം അപ്രിയ ചരിത്രങ്ങൾ മുങ്ങിപ്പോയത് സ്വാഭാവികം മാത്രം.